അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ ഉപ്പയെ ചികിത്സിക്കുവാൻ വേണ്ടി അതാ മുത്തുവും അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഷാമിൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഉപ്പയെ ഈ രീതിയിൽ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ എന്തൊക്കെ തന്നെയാലും മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിനക്ക് ജ്യേഷ്ഠനില്ല, അനിയനില്ല എന്ന് കരുതി നീ വിഷമിക്കണ്ട. ഉപ്പയുടെ കാര്യത്തിൽ കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. എനിക്ക് അതായാലും കുടുംബം മക്കളൊന്നുമില്ല, ഞാനും എൻ്റെ ഉമ്മയും മാത്രമാണ്, വേറെ ആരുമില്ലല്ലോ. ഞാൻ നിൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോരാ, അതിനൊന്നും കുഴപ്പമില്ല. ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് അതെ മുത്തുക്ക തന്നോട് പറയുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഷാമിൽ പടച്ചിറബിനെ സ്തുതിച്ചു. അല്ലാ റബ്ബേ, എല്ലാവരും എനിക്കെതിരെ നിൽക്കുമ്പോൾ മുത്തുക്കയെങ്കിലും സ്നേഹത്തോടെ തന്നോട് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. മുത്തുക്ക, എന്താ ഷാമിൽ? മുത്തുക്ക, നിങ്ങളെ ജീവിതം തന്നെ വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ജീവിതത്തിലും കൂടി കടന്നിട്ട് നിങ്ങളത് വെറുതെ വിഷമം തലയിൽ വാരി കയറ്റണ്ട. അതായത് എന്താന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസത്തിലാണ് എൻ്റെ ഉപ്പയുടെ ജീവിതം ഇപ്പോൾ. എൻ്റെ ഉപ്പ ജോലി ചെയ്യുന്ന കാലത്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ചതായിരുന്നു. അതെ, എൻ്റെ ഇളാമാക്കും മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ തിന്നാനും കൊണ്ടുപോയി കൊടുത്തിരുന്നു. പോരാത്തതിന് ഞാൻ ക്യാഷ് അയച്ചിരുന്നു. പക്ഷേ എൻ്റെ ഉപ്പാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് സുഖമില്ലാതായതോടുകൂടി ഏളാമ്മക്ക് ഉപ്പയെ നോക്കാൻ കഴിയുന്നില്ല. ഏളാമ്മ പറയുന്നത് നീ വേറെ കല്യാണം കഴിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ ഒരു ടെൻഷനാണ്. എന്നാൽ ഒരിക്കൽ പോലും അറിയുന്നില്ല ഷാമിൽ കാണാൻ പോയ പെണ്ണ് റസിയ എന്ന പെണ്ണ് അതാണ് എന്നുള്ളത്. എന്നാൽ ഷാമിലിന് ചെറിയൊരു ഡൗട്ടുമുണ്ട്. കാരണം അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അതെ മുത്തു പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെയിമായിട്ട് തോന്നാണ്. എന്നാലും അതെ ഷാമിലിനോട് അവൻ പറഞ്ഞ കാര്യം, അവൾ ജീവിക്കട്ടെ സുഖമായി അവളുടെ ഭർത്താവിൻ്റെ കൂടെ, പക്ഷേ എൻ്റെ പ്രാർത്ഥന അവൾക്ക് എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ റസിയെക്കുറിച്ച്? ഒരു പക്ഷേ അങ്ങനെ അതാ അവർ രണ്ടുപേരും വീണ്ടും ജോലി എടുക്കുന്നതിനിടയിൽ ഉപ്പയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ വന്നു. അതെ, പിന്നെ നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, അതിനെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ സ്ട്രോക്ക് വന്നതാണെങ്കിലോ തറന്നതാണെങ്കിലൊക്കെ അവർ പെട്ടെന്ന് സുഖമാക്കി തരും. പെട്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് നിൽക്കേണ്ടി വരും, എങ്കിലും എന്താ ഉപ്പാക്ക് വേണ്ടി നിൽക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല എനിക്ക്. അതിനു വേണ്ടി ഞാൻ ഉപ്പാക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഷാമിൽ, എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് നാളെ ഒന്ന് അന്വേഷിക്കാൻ പോയി നോക്കട്ടോ. അന്വേഷിക്കാൻ പോയിട്ട് നമുക്ക് ഉപ്പാക്ക് പറ്റിയ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് നോക്കാം. എൻ്റെ ഹെൽപ്പ് എല്ലാ രീതിയിലും ഉണ്ടാകും കേട്ടോ ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം അത്രക്കും നല്ലൊരു ജ്യേഷ്ഠനെ എനിക്ക് കിട്ടിയത് ഷാമിലിനെ വല്ലാത്തൊരു സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയം അതാ എനിക്ക് ഇത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ എന്നാണ് കരുതുന്നത്. ഷാമിൽ ചോദിച്ചു. അതെ ഇക്ക, മുത്തുക്ക. എന്താ ഷാമിൽ, നമുക്ക് ഇന്ന് തന്നെ പോയി നോക്കണമെന്നാണോ? അല്ല, നാളെ പോയി നോക്കാം, പക്ഷേ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ഷാമിൽ, നിനക്ക് എന്തുണ്ടെങ്കിലും ചോദിച്ചോ. ഏതായാലും എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആകട്ടെ. കാരണം എനിക്ക് ഏതായാലും ഇതുകൊണ്ടൊരു ഇതുമില്ല, പിന്നെ എനിക്ക് ഫാമിലി ഇല്ല, എൻ്റെ ഉമ്മയല്ലാതെ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം, ജീവിക്കണം, അത്രേ എനിക്കുള്ളൂ. അല്ല ഇക്ക, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞ സംഭവമല്ലേ. അതൊക്കെ ശരി തന്നെ ഷാമിലെ. അതെ, ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, അവരെ പെണ്ണിനെ വേറെ കെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, എനിക്കന്ന് കണ്ണീരായിരുന്നു ആ ദിവസം. എന്ത് ചെയ്യാം, പിന്നെ വിധിയെന്നോർത്ത് സമാധാനിച്ചു. അല്ലെങ്കിലും ജീവിക്കുമ്പോൾ ഭംഗിയാകുന്നതൊന്നും ഒരുമിപ്പിക്കില്ലല്ലോ, അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. സാരല്ലടാ, എന്നാലും ഓള് നല്ലതുപോലെ ജീവിക്കട്ടെ, ഓൾക്ക് നല്ലത് വരട്ടെ. അവളുടെ വീട്ടിലിപ്പോൾ മക്കളുണ്ടാകും. അതെ, ഭർത്താവിന് റസിയ അവളെ കിട്ടിയതും ഭാഗ്യമായിരിക്കും. നല്ല മോളായിരുന്നു അവൾ എല്ലാം കൊണ്ടും. ഇനിയിപ്പോൾ ഏതൊക്കെയാവോ, എങ്കിലും ഇപ്പോഴും എൻ്റെ ഇടനെഞ്ചിൽ ആ ഒരു കനൽ അതെരിയുന്നുണ്ട്. അത് വല്ലാത്തൊരു നീറ്റിലായിട്ട്. അത് എനിക്ക് അവകാശപ്പെട്ടതായിരിക്കില്ല, വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിലും പഠിച്ചോനെ ഓരോരുത്തരെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ ഇണയെ സൃഷ്ടിക്കും എന്നാണല്ലോ. അത് എൻ്റെ ഇണ അവളായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ എനിക്ക് കല്യാണമൊന്നും ഉണ്ടാവില്ല. അതെ,
മുത്തുക്കങ്ങൾ അങ്ങനെ പറയില്ലേ? ആര് പറഞ്ഞു? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് ഓരോ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ അത് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. നമുക്ക് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഷാമിലെ മോനെ നീ എന്താണ് പറയുന്നത്? ഇൻഷാ അല്ലാ നിൻ്റെ വിവാഹമൊക്കെ നല്ല രീതിയിൽ നടക്കണം. അതിനൊക്കെ വേണ്ടി ഞാൻ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ ചെയ്തിരിക്കും. ഒരു നിമിഷം ഷാമിലിൻ്റെ മനസ്സിൽ പഠിച്ചോനെ, അത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കാര്യമൊന്ന് പറഞ്ഞാലോ ഇദ്ദേഹത്തോട്? അതെ, എൻ്റെ ബുഷിയുടെ കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? എന്താ ഷാമിൽ നീ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം ഒന്നുമില്ല. ഞാൻ എത്ര ഇളയതല്ലേ, എനിക്ക് 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതെ, വിവാഹപ്രായമായി. പക്ഷേ ഇത്ര വയസ്സുള്ള ഇദ്ദേഹം ഏകദേശം 29 വയസ്സ് എന്തായാലും ആയിട്ടുണ്ട് മുത്തുക്കാക്ക്. 29 വയസ്സുള്ള ഇക്കയുള്ളപ്പോൾ ഞാൻ ഈ വിവാഹത്തിൻ്റെ കാര്യം ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞു. മുത്തുക്ക, അത് എന്താ മോനെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടതാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പിന്നെ നീ പെട്ടെന്ന് പറയുന്നില്ലെങ്കിൽ ഞാൻ ഒരു സംഭവം എനിക്കുണ്ട്. എന്തേ? ഞാനിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡോ? എന്നും കൊണ്ടുവരാൻ. അതെ, പക്ഷേ ഇന്ന് സ്പെഷ്യലാണ് ഫുഡ്. പക്ഷേ ഇന്നത്തെ ഫുഡ് നിങ്ങൾ ഉപ്പാക്കും കൊണ്ടുപോയി കൊടുക്കണം. അതായത് ഞാൻ ഉമ്മയോട് പറഞ്ഞു നിൻ്റെ കഥയൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞത്, പൊന്നു മോനെ, ഞാനുണ്ടല്ലോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ഉപ്പാക്കുള്ള ഭക്ഷണവും മോനക്കുള്ള ഭക്ഷണവും നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഉമ്മ കുറച്ച് അധികം ഫുഡ് തന്നിട്ടുണ്ട്. ആ ഫുഡൊന്ന് ഉപ്പാക്ക് എത്തിച്ചു കൊടുക്കണം. കൂടെ ഞാനും വരുന്നു. അല്ലാ, ഞാൻ പലപ്പോഴും ഉപ്പാക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊടുക്കലാണ്. അല്ലാത്ത ദിവസം ചിലപ്പോൾ കഞ്ഞി വെച്ച് പോരും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഉപ്പ ആകെ വിശന്ന് ഇടങ്ങാറായിട്ടുണ്ടാകും. എന്നാൽ ഷാമിൽ, ഇപ്പം തന്നെ നമുക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ഉപ്പയുടെ അരികിലേക്ക് പോകുന്നു. ഉപ്പ അവിടെ തളർന്ന് കിടക്കുകയാണ്. മോനെ എന്നുള്ളൊരു വിളി വന്നിരുന്നു. ഉപ്പാ, ഉപ്പ, എൻ്റെ ഉപ്പ സങ്കടപ്പെട്ടോ? ഒരുപാട് എന്നെ കാണാനായിട്ട് വിഷമിച്ചോ? അപ്പോൾ തന്നെ ഉപ്പാക്കുള്ള ഫുഡ് വിളമ്പി അവൻ കൊടുക്കുന്നു. മോനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മോനെ, ഇത്ര ടേസ്റ്റുള്ള ഫുഡ് മോനക്ക് എവിടുന്നാ എൻ്റെ കുട്ടിക്ക്? അത് എൻ്റെ കൂട്ടുകാരനെ ഓൻ കൊണ്ടുവന്നതാണ്. എന്നാൽ കൂട്ടുകാരൻ, അതെ മുത്തു, അവനൊരിക്കലും എളാമയുടെ കണ്ണിൽ പെടാതെയായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത്. അഥവാ എളാമയുടെ കണ്ണിൽ പെട്ടാത്തതിനെ എളാമ എന്നെ ആട്ടി ഓടിച്ചതാണ്. കൂലിപ്പണിക്കാരൻ പോടാ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും നീ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളെ കെട്ടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ്. അതെ, ഓള് കുറച്ച് സൗന്ദര്യമുണ്ട്, അതുകൊണ്ടായിരിക്കും. എന്താ ചെയ്യുക, ഞാനങ്ങ് അവൾ ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു, സമ്മതിച്ചില്ല. ആയിക്കോട്ടെ സാറല്ല, അവൾ ജീവിക്കട്ടെ. എന്നാൽ റസിയെ അവിടുത്തെ ബുദ്ധിമുട്ട് കൊണ്ട്, അതായത് അവൾ അവളുടെ ഭർത്തൃഗൃഹത്തിൽ എത്തിയപ്പോൾ തന്നെ അവൾക്ക് പീഡനങ്ങളുടെ ഓരോ നിരകളായിരുന്നു. പലരും പലതും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടും അവൾ ഓരോന്ന് കൂടുതൽ ജോലി എടുപ്പിച്ചുകൊണ്ടും, ചുരുക്കി പറഞ്ഞാൽ അത്യധികം ജോലിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഭർത്താവാണെങ്കിൽ കൂട്ടുകെട്ടും കാര്യങ്ങളും. നേരം വൈകി വല്ലപ്പോഴും റൂമിലേക്ക് വരും. അതെ, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടു നിന്നില്ലെങ്കിൽ പൊതിരെ തല്ലും. അങ്ങനെ കൂടുതൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്ത മുസ്തഫയായിരുന്നു. എന്തിനാ റബ്ബേ ഇവരെ സ്നേഹിക്കുന്നത്, ഇവരെ ഒരുമിപ്പിക്കാൻ സമ്മതിക്കാതിരുന്നത്? എന്തുകൊണ്ടും എല്ലാം കൊണ്ടും കൂലിപ്പണിക്കാരൻ എന്നുള്ളത് മാത്രമാണ് അത് മുത്തുക്കാക്കുണ്ടായിരുന്നത്. പക്ഷേ സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് പണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതിരെ തല്ലും അടിയും കുത്തും മദ്യപാനവും, അത് സമാധാനമില്ലാത്ത ജീവിതം ഇറങ്ങിപ്പോരേണ്ടി വന്നു. പല ദിവസങ്ങളിലും രാത്രി എൻ്റെ നേർക്ക് വരും തന്നെ ചവിട്ടി അരക്കാൻ. ആ രീതിയിൽ ഒരുപാട് സഹിച്ചു, ബുദ്ധിമുട്ടാക്കി. ആവില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണുണ്ടായത്. എന്നാൽ എളാമ എന്നോട് പറഞ്ഞു, എന്ത് തേങ്ങയാണ് നീ ചെയ്തത്? നീ എന്ത് ചെറ്റത്തിലേ ചെയ്തത്? ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോരാൻ പാടുണ്ടോ? എളാമ, എനിക്ക് കഴിയണില്ല അവിടെ നിൽക്കാൻ. എന്താ മോളെ നിൻ്റെ മുഖത്തൊക്കെ? ഉമ്മ ചോദിച്ചു. അതെ, മുഖത്തെല്ലാം അടി കൊണ്ട പാടുകളായിരുന്നു. മോളെ, ഇത്രമാത്രം ഉപദ്രവിച്ചോ അവൻ നിന്നെ? അതേ ഉമ്മ. പക്ഷേ എളാമ, അത് അവൾ നെറുകൊണ്ട്
നെറുകേട് കൊണ്ടായിരിക്കും. പെൺകുട്ടികളായാലേ കുറച്ചൊക്കെ ക്ഷമിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കണം, എന്നാലേ അവൾക്ക് നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. ഓൾ 2 അടി കിട്ടിയപ്പോൾ 2 ഇറങ്ങിപ്പോ നിൽക്കണ്. എന്നാൽ ഉമ്മ പറഞ്ഞു, മോളെ അത് ഓൾക്ക് നല്ല വേദനിച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടിക്ക്, അതുകൊണ്ടായിരിക്കും. എന്നാലും താത്ത അങ്ങനെ കാട്ടാൻ പാടില്ല, കുറച്ചൊക്കെ ക്ഷമിച്ച് നിൽക്കണ്ടേ. ഓള് ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ ആരെ കൊണ്ട് കഴിയണം ഓളെ കെട്ടിക്കാനേ? നിങ്ങളെ കൊണ്ട് കഴിയോ? എന്നാലും ഓൾ ഇവിടെ നിന്നോട്ടെ, സാരില്ല. റസിയുടെ ഭർത്താവ് അത്യധികം ക്രൂരനായിരുന്നു. അതെ, അത്യധികം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ ആ ഒരു സംസാരങ്ങളും കാട്ടിക്കൂട്ടലുകളും, അതെ, പരസ്ത്രീ ബന്ധവും എല്ലാം കൂടി ആവുമ്പോൾ ആകപ്പാടെ വിഷമമാണ്, ടെൻഷനാണ്. കഴിയില്ല റബ്ബേ അവിടെ നിൽക്കാൻ. എന്നാൽ അവിടെ ഒരു ചെറിയ പെങ്ങളുണ്ടായിരുന്നു. ആ കുട്ടിക്ക് മാത്രം എന്നോട് അല്പം സ്നേഹം, ബാക്കിയൊക്കെ കണക്ക് തന്നെ. എന്നാൽ അവളെ പിരിഞ്ഞു പോരുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടുന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് റബ്ബേ ഞാനിന്നിവിടെ കഴിച്ചിലായി നിൽക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പോകുന്നെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ജോലിയും എല്ലാം ഞാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഉമ്മാക്കും ഒരാളായി. പക്ഷേ അവർക്കൊക്കെ മോൾ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് പോന്ന ഒരു ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എളാമ്മ ഷാമിലിനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. കാരണം ഷാമിലിനെ കൊണ്ട് കെട്ടിച്ചാൽ ക്യാഷ് കിട്ടും ചെയ്തോളും, എനിക്കൊരാളായും ചെയ്തോളും, പേരിന് ഉപ്പയെ നോക്കാൻ എന്നുള്ളൊരു പേരും അതായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഷാമിലിനെ കൊണ്ട് നിർബന്ധിച്ച് പെണ്ണ് കാണാൻ പോയതും. എല്ലാം കൂടി ആലോചിച്ച് തലയാകെ പുകയുന്ന പോലെ ഉപ്പാക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അതാ തിരിച്ച് വരുന്നു. പെട്ടെന്ന് ഷാമിലും അവനും കൂടെ തിരിച്ചു വരുമ്പോൾ എളാമ്മ അത് കാണുന്നു. ഒരു നിമിഷം ഷാമിലിൻ്റെ കൂടെ നടക്കുന്ന മുസ്തഫയെ കണ്ടപ്പോൾ എളാമ്മ ഒരു നിമിഷം നോക്കി. അത് ആ മറ്റോനല്ലേ? മറ്റേ അന്ന് ഓളെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നതിൻ്റെ ചെക്കനെന്താ ഇവിടെ നിൽക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത് ഓനെ? എന്തായാലും അന്ന് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ എളാമ്മ ചോദിച്ചു, ഷാമിൽ നീ എന്തിനാ അവൻ്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? ആരുടെ കൂടെ? ആ മുസ്തഫയുടെ കൂടെ. മുസ്തഫേ? അത് നിങ്ങൾക്ക് അതൊക്കെ എനിക്കറിയാം, ഓന് മഹാ ചെറ്റാണ്. ഈ ഓൻ്റെ കൂടി കേടുവരണ്ട കേട്ടോ. അവൻ അത്രക്കും ഓനെക്കൊണ്ട് ആകപ്പാട് നാടും വീടും കുടുങ്ങിയ ആളാണ്. ഓന് അത്രക്കും വേണ്ടാത്തത് ചെയ്ത് കൂട്ടുന്ന ആളാണ്. ഓഹോ, നിൻ്റെ കൂട്ടുകെട്ട് ഇപ്പോൾ അവൻ്റെ കൂടെയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇവിടേക്ക് ഇനി വേറെ ആരെങ്കിലും നീ വലിച്ചഴിച്ച് കൊണ്ടുവരരുത്, മനസ്സിലായല്ലോ? ഇവിടെ ചെറിയ പെൺകുട്ടികളുണ്ട് എന്നുള്ള കാര്യം മറന്നു അല്ലേ? ഇളമ അത് അതെ ഷാമിലെ, ഇനി എങ്ങാനും അവനുമായുള്ള കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്നാൽ അത് പിറ്റേ ദിവസം അവൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ്. ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റിനുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പയെ കൊണ്ടാൽ മതിയല്ലോ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ എളാമ്മ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഷാമിലെ നീ വേണ്ടാത്തവർ നിങ്ങോട്ട് അകത്ത് കയറ്റരുത് കേട്ടോ. നീ എന്ത് വിചാരിച്ചിട്ടാണ് അവനെ ഇങ്ങോട്ട് കയറ്റി വരുന്നത്? എന്ത് വിചാരിച്ചിട്ടാ? ഉപ്പയെ കാണുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഉപ്പയെ കാണാൻ അങ്ങനെയുള്ള ചെറ്റകളെ അല്ല വീട്ടിലേക്ക് കയറ്റുക, മനസ്സിലായല്ലോ? എളാമ്മ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതേടാ, അവനെക്കുറിച്ച് നിനക്ക് അറിയില്ല ചരിത്രം. അതെ, ആളൊരു പെണ്ണുപിടിയനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളൊക്കെയാണ്. ഒരിക്കൽ പോലും ഇങ്ങോട്ട് കയറ്റരുത്, ശരിയല്ല. എന്നാൽ മുത്തുവിനെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കണേ അല്ലെങ്കിൽ അത്ര മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാവുമ്പോൾ ഇത്രയധികം നല്ല രീതിയിൽ സംസാരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ഷാമിൽ ചോദിച്ചു, എന്താ എളാമ്മ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഒരു നിമിഷം എളാമ്മയുടെ വാക്കുകൾ നിശബ്ദമായി. അത് ഇന്നല്ല. പിന്നെ ആരെയാണ്? അതൊക്കെ ഉണ്ട്. അത് നമ്മളെ കുടുംബത്തെ, അതെ, ഒരു പക്ഷേ അത് അവൻ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നെങ്ങാനും പറഞ്ഞ് അവനെ ആട്ടിവിട്ടതാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഷാമിൽ റസിയെ കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അവർ ആ ഭാഗം ഒന്നും പറഞ്ഞില്ല. ഇളവൻ പറഞ്ഞ് മനസ്സിലായില്ല എനിക്ക്. എന്താ നിങ്ങളെന്തേ ചെയ്തവന്? എന്നല്ല മോനെ, അത് വേറെ പലവരെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിക്കണ്. ഇളമാ, എന്തിനാണ് വെറുതെ ഒരാളെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്? എന്തേടാ? അല്ല ആവശ്യമില്ലാത്ത നമ്മളൊന്നും തെറ്റ് പറയാൻ പാടില്ല ഒരാളെക്കുറിച്ചും. അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെന്നല്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അതെങ്ങനെയാ എനിക്കറിയില്ലേ? എനിക്കറിയില്ല പിന്നെ. അതെ, ശരിക്കും
ജ്യേഷ്ഠത്തിൻ്റെ മകളെ കല്യാണം ചോദിച്ച് അവൻ വന്നിരുന്നു. പക്ഷെ അത്രക്കും മോശമായ രീതിയിൽ അവനെ ചിത്രീകരിച്ച് അത്രക്കും തരം താഴ്ത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. നീ ഒരിക്കൽ പോലും ഇവളെ കെട്ടാൻ യോഗ്യനല്ല, നിനക്ക് എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അത്രയധികം അപമാനപൂർവ്വം മോൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു. എന്നാൽ സീനത്ത് ഒരുപാട് കരഞ്ഞു പറഞ്ഞു, ഉമ്മ, എളമ്മ, ദയവായി അവൻ പാവമാണ്, നീ ഒന്ന് പോടി അകത്ത്. അങ്ങനെ അവളെയും നല്ല രീതിയിൽ അവർ ചീത്ത പറയുകയായിരുന്നു. എന്നാൽ ഈ കാര്യമൊന്നും ഷാമിലിനോട് അവർ പറഞ്ഞില്ല. പക്ഷെ ഷാമിലിന് ഏറെക്കുറെ എല്ലാം മനസ്സിലായി. എളാമയോട് പറഞ്ഞു, എളാമ, ഒരാളെ നമ്മൾ വെറുതെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. മനസ്സിലായല്ലോ? എളാമയോട് അല്പം സ്ട്രോങ്ങിലാണ് ഇത്തവണ അവനത് പറഞ്ഞത്. എന്താന്നില്ലേ, അവനെങ്ങാനും കെട്ടിക്കൊണ്ടിരുന്നേക്കട്ടെ. ആ ഷാമിലെ, പിന്നെ എൻ്റെ താത്ത വിളിച്ചിരുന്നോ? കാണാൻ പോയി എന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. അവളെ വേഗം നിക്കാഹ് കൊണ്ടുവരണം. എളാമ, അവൾക്കൊക്കെ വേറെ അവകാശികളില്ലേ, പിന്നെ എന്തിനാ ഞാൻ? എന്താ നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? അവകാശികളോ? അവൾക്ക് ആരുമില്ല. ഓളൊന്ന് കെട്ടിച്ച് തീർത്തേക്കണ്. മഹറും കൂടി അവൾ തിരിച്ചു കൊടുത്തേക്കാണ്. കാരണം അവൾ അവിടെ നിന്നിട്ടില്ല. അതുകൊണ്ട് തൻ്റേതല്ലാത്ത കാരണത്താലാണ് അവൾ അവിടുന്ന് പോകുന്നത്. എളാമ, എന്തൊക്കെ തന്നെയാലും ഓരോരുത്തർക്ക് മനസ്സിനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരാളത് തട്ടിത്തെറിപ്പിക്കരുത്. അവൻ്റെ വാക്കുകൾ കേട്ട് എളാമ ശരിക്കും ഒന്ന് ഞെട്ടി. റബ്ബേ, ആ കാര്യം ഇവനെങ്ങാനും അറിഞ്ഞോ? അതിപ്പോൾ എങ്ങനെ അറിഞ്ഞത്? അതോ ആ മൊയന്തെങ്ങാനും പറഞ്ഞോ? എനിക്കറിയുന്നില്ല. ശരിക്കും എളാമ ഞെട്ടിപ്പോയി. അത് ഷാമിൽ പറഞ്ഞത് അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റസിയുമായുള്ള വിവാഹം പെട്ടെന്ന് നടത്തണം. അവനങ്ങനെ വിട്ടാൽ പറ്റില്ല. ആഹാ, അവന് മിണ്ടാതെ നടക്കുക. എത്രയും പെട്ടെന്ന് ഏട്ടത്തിനോടൊക്കെ വരാൻ പറയണം ഇങ്ങോട്ട്. എന്നിട്ട് അവനോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കണം. എന്നാൽ ഷാമിൽ അവൻ മറ്റൊരു കളി കളിക്കുകയായിരുന്നു. ഇതേ സമയം ഒരിക്കൽ പോലും അവൻ ആഗ്രഹിച്ച ജീവിതം റസിയക്കും മുത്തുവിനും കിട്ടിയില്ല. അതുകൊണ്ട് അവരെ ഒരുമിപ്പിക്കാനായിരുന്നു ഷാമിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ എളാമ ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ ഈ സമയം മുത്തുവിനോട് ഷാമിൽ പറയുന്നു, മുത്തുക്ക, നമുക്ക് ഒരു വിവാഹം നോക്കിയാലോ? എനിക്കോ? എന്താ മോനെ നീ പറയുന്നത്? എൻ്റെ ജീവിതമൊക്കെ എന്നോ കഴിഞ്ഞടാ. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു പെൺകുട്ടിയെ, പക്ഷെ ഓളൊക്കെ കെട്ടിച്ചു പോയില്ലേ. എന്നാൽ ഒരു കാര്യമുണ്ട്. ഷാമിൽ ഓരോന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പ്ലാനിങ് ഉണ്ട്, അതൊന്ന് നോക്കണം. എന്നാൽ അന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ എളാമ പറഞ്ഞു, ഷാമിലേ, പിന്നെ റസിയാൻ്റെ ആൾക്കാരൊക്കെ നാളെ ഇങ്ങോട്ട് വരും കേട്ടോ, എന്നെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും ഇതിനൊക്കെ. എളാമ, അങ്ങനെയാണെങ്കിൽ എനിക്ക് റസിയെ ഒന്നും കൂടെ കാണണം. ഞാൻ ശരിക്കൊന്ന് കണ്ടിട്ടില്ല. റസിയെ ശരിക്കൊന്ന് വിശദമായി കാണണം. ആണോ മോനെ? അതിനെന്താ, ആയിക്കോട്ടെ. പിന്നെ മുടക്കൊന്നും പറയരുത് കേട്ടോ. ഇല്ലില്ല, എനിക്ക് അവളെ ഒന്ന് കാണണം. എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുവരിക? പുറത്തെവിടെങ്കിലും വെച്ച് കണ്ടാൽ മതി. എന്നാ മോനെ, ആ പാർക്കിലേക്ക് അവളുടെ കൂട്ടുകാരികളെ കൂട്ടി അങ്ങോട്ട് വന്നോളൂ. ഞാൻ പറഞ്ഞോളാം, നീ കണ്ടോ കേട്ടോ ശരിക്ക്. ആയിക്കോട്ടെ. അങ്ങനെ ഷാമിലിൻ്റെ മനസ്സിലെ ആഗ്രഹം അവൻ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എന്തായിരിക്കും ഷാമിൽ പ്ലാൻ ചെയ്യുന്നത്? അവളെ കാണുവാൻ കൂട്ടുകാരികളോടൊപ്പം പാർക്കിലേക്ക് വരാൻ പറഞ്ഞിട്ട് എന്തിനായിരിക്കും അവൻ സെറ്റാക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.